അമ്മ എന്താണ് ഇന്ന് പരിപാടി? ഇന്ന് നമുക്ക് കുറച്ച് ചിക്കൻ ചിന്താമണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ്. ചിന്താമണിയാ? നമ്മളായി ഇടയ്ക്ക് ഉണ്ടാക്കിയപ്പോ അത് ഉണ്ടാക്കണതൊന്നും കാണിച്ചില്ല. അപ്പൊ കുറച്ച് പേര് അത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കണത് ചോദിച്ചിട്ടുണ്ട്. തന്നെ? അപ്പൊ നമുക്ക് ഇന്നത് ഒന്ന് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി അല്ലേ? ഓ റെഡി. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പരിപാടികള്? അമ്മ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കണം അല്ലേ? ഓയിൽ ഒഴിച്ചു. അമ്മ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടത്? ചെറിയുള്ളി ചെറുതാക്കി മുറിച്ചിട്ട് കുറച്ച് ചെറിയുള്ളി വെച്ചിട്ടുണ്ട്, 4 ആക്കി പൊളിച്ചിട്ട്. ചെറിയുള്ളി കുറച്ച് വറമുളക് കുരു കളഞ്ഞ് അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് വറമുളകിന്റെ കുരു ആദ്യം അതിൻ്റെ ഉള്ളിൽ നിന്ന് കളയണം, എന്നിട്ട് ചെറുതാക്കി മുറിക്കുക. ഇതിനിപ്പോ അധികം പണിയില്ല, സിമ്പിളാണ്. പിന്നെ ചിക്കനും കുറച്ച് കല്ലുപ്പും വാരിയിട്ട് പുടുത്തം വിട്ടു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പക്ഷെ ഇതിൽ അമ്മ ചിലവിടെയൊന്നും ചെറിയ ഉള്ളി ഇടാണ്ട് ഉണ്ടാക്കും ആൾക്കാര്. നമ്മളൊരു അല്പം ടേസ്റ്റിന് ചെറിയ ഉള്ളി ഇടണം അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി അല്ലേ? എണ്ണ ചൂടായി. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. അങ്ങനെ ഉള്ളി ഇതാ ഒരു വിധം നല്ലോണം മൂക്കണ്ട, ഇതാ ഒന്ന് കളർ മറിയാം മതില്ലേ? അപ്പൊ അമ്മ അതിലേക്ക് വേണ്ടതാ വറമുളക് ഇട്ട് കൊടുക്കണം. വറമുളക് ഇട്ടു. വറമുളകൊന്ന് എണ്ണ ചൂടായി മൊരിഞ്ഞ് മണം വരണല്ലേ അമ്മ? എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ അല്ലേ? വറമുളകൊക്കെ ഒരുവിധം കളറ് മാറുന്നു. അപ്പൊ അമ്മ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഓ ശരി അമ്മ. ചിക്കൻ പിന്നെ നല്ലോണം ചെറുതാക്കി മുറിക്കണല്ലേ അമ്മ? ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കല്ലുപ്പ്. ഈ ആവിയിലൊന്ന് വാകട്ടെ, അമ്മ അടച്ചു വെക്കണ്ടേ? ഇപ്പൊ ചിക്കൻ ചിന്താമണി ഉണ്ടാക്കുക പറഞ്ഞാൽ കാര്യം സിമ്പിളാണ്. മക്കൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അധികം ചിലവില്ല. മുളകോ പൊടിയോ വർഗ്ഗമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് വറമുളകും കുറച്ച് ഉപ്പും ചിക്കനും മാത്രം മതി. കുറച്ച് ചെറിയ ഉള്ളി അധികം ചേരുവയൊന്നുമില്ല. അതുകൊണ്ട് എളുപ്പമാണ്. നമ്മൾക്ക് ഇത്തിരി എരിവ് നല്ലോണം ആവശ്യത്തിന് വേണം. ഇവിടെ എൻ്റെ മക്കൾക്ക് അത്ര എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത്, അല്ലെങ്കിൽ കുറച്ച് മുളക് കമ്മിയാക്കി ചേർത്തുക. എളുപ്പത്തിൽ വെക്കാൻ പറ്റിയാണ്. 4 ചെറിയ ഉള്ളിയും വറമുളകും ഉണ്ടെങ്കിൽ കൂട്ടാൻ റെഡി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ചിക്കൻ വാങ്ങി അതിൻ്റെ നല്ല പീസ് എടുത്തിട്ട് മക്കൾ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ മക്കളും ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താ അഭിപ്രായം പറഞ്ഞാൽ ശരിയായ അമ്മനെ വിവരം അറിയിക്കുക. വളരെ സിമ്പിളാണ്. ഇതായിക്കൊണ്ടിരിക്കുള്ളൂ. ചിക്കൻ്റെ വേഗണേ ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കണ്ടേ അല്ലേ? ചിക്കൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞു. അപ്പോൾ ഒരു കുറച്ച് തളിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കന് വേഗമാണല്ലോ അല്ലേ അമ്മ?
ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അല്ലേ അമ്മ? അങ്ങനെ എന്താ ചിന്താമണിയൊക്കെ റെഡിയായി. റെഡിയായില്ലേ? ഇനി എൻ്റെ മക്കൾ ഉണ്ടോളി. നല്ല രസമാണ് ഇതിന് ചേർച്ച. നല്ല ചൂട് രസവും നല്ല ചോറും നമ്മുടെ രേവതി എപ്പോഴും പറയുന്ന ഒരു ഇതാണ്. അവൾക്കാണ് ഇത് ഏറ്റവും ഭയങ്കര ഇഷ്ടം. തമിഴ്നാട്ടിലെ കുട്ടിയായതുകൊണ്ട് അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിപ്പോൾ അത് കണ്ടൊക്കെ പഠിച്ചു. നമ്മളും ഇപ്പോൾ കഴിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നന്നായി ഇരിക്കും. എൻ്റെ മക്കൾ ഇതുപോലെയൊക്കെ വെച്ച് നോക്കുക. എന്നിട്ട് വെച്ചിട്ട് അഭിപ്രായങ്ങൾ അമ്മനെ അറിയിക്കുക. അടിപൊളി ടേസ്റ്റ്. പണിയാണ്, പണിയില്ല. അത് ചെറിയ ഉള്ളിയും വറമുളകും കല്ലുപ്പും മാത്രം മതി. കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം അല്ലേ? നമ്മൾക്ക് കാണുമ്പോൾ അപ്പോൾ വളവളയെ തോന്നിയാലും ഇപ്പോൾ അതെല്ലാം ശരിയായി. കളറൊക്കെ നല്ല ചന്തമായി. അവിടെ വറമുളകിൻ്റെ ചുവപ്പ് കളറൊക്കെ ഇറങ്ങി നല്ല ചന്തമായി. നല്ല ടേസ്റ്റുമാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അമ്മനെ അറിയിക്കലമ്മ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ചിന്താമണി ഉണ്ടാക്കാൻ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ അമ്മ? ബൈ ബൈ.